एक मिनट और ಗಣೇಶ ಓ ಎಂತ ಎರಡನ್ನ 75 നോണ്ട് ബാക്കി നാളെ തരാടാ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മള് കൊടുക്കുന്ന കാശിന് ഒരു വിലയില്ല. നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ വെട്ടൊരു കാശൊന്നുമില്ല. ഗണേശ ഗണേശോ വിളിച്ചേ മുട്ടയാ സാറയ്ക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല. അവിടെ കൊച്ചിന് സുഖമുണ്ട് ആശുപത്രിയിൽ. പിന്നെ നമ്മുടെ തോമാസിന്റെ വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് മുട്ട. നീ ഒരു കാര്യം ചെയ്യും, ഈ മുട്ട പുഴുങ്ങി രാവിലത്തെ കാപ്പിക്കൂത്തിലേക്ക് വെച്ചേ. അതെപ്പോഴും ശരിയായി. അതെങ്ങനെ ശരിയാകും? മുട്ട തികഞ്ഞായിരുന്നു ഇല്ല, എല്ലാ പതിയിലും ഇല്ല. അത് ശരിയാ. വെക്കുമ്പോ എല്ലാം എല്ലാ പൊതിയിലും വെക്കണം, ഇല്ലെങ്കിൽ പിന്നെ വെക്കരുത്. മുട്ടയുടെ കുറവ് ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. ശരിയേട്ടാ, ഇപ്പൊ ശരിയാക്കാം. അതെ, കഴിഞ്ഞ 32 വർഷമായി ഞാൻ ഈ പുണ്യ പ്രവൃത്തി എന്റെ ജീവിത ശരിയായി നടത്തിക്കൊണ്ടുവരികയാണ്. രാവിലെ 50 പേർക്കുള്ള കാപ്പി, ഉച്ചയ്ക്ക് 50 പേർക്കുള്ള ഊണ് ആഹാര സാധനമാണ്. അതിനൊരു കള്ളത്തരവും കാണിക്കാൻ പാടില്ല. സുഖമില്ലാതെ ആശുപത്രി കഴിയുന്നവരല്ലേ. ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾ പോലും പറയാൻ എടാ അൻ്റെപ്പ, ഞാൻ ഈ ഷാപ്പ് നടത്തുന്നത് എന്റെ അപ്പന്റെ ഓർമ്മയ്ക്കാണ്. മായവും കലപ്പുമില്ലാത്ത നല്ല നാടൻ തെങ്ങിന്റെ കള്ള് മാത്രമേ ഞാൻ അവിടെ നൽകാറുള്ളൂ. പിന്നെ കള്ള് കച്ചവടത്തെക്കാളും പ്രാധാന്യം എനിക്ക് ആഹാരമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ജീവിച്ചൊരു ചരിത്രമുണ്ട് ഈ മാധവന്. മാധവേട്ടാ, വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. മൊബൈൽ എന്താ ഓഫാണ്? ഓഫാണ്. ഇന്നലെ ചാർജ് ചെയ്യാൻ മറന്നുപോയി. അവിടെ എന്താ പറഞ്ഞു വെച്ചിട്ട്? തകഴിന്ന് മാധവേട്ടന്റെ കാനൂർ വന്നിട്ടുണ്ടെന്ന്. ഓ, കുടുംബക്ഷേത്രത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാനായിരിക്കും. കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നു, അതിനായിരിക്കും. നീ ഒരു കാര്യം ചെയ്യും, ഈ മൊബൈലൊന്ന് ചാർജ് ചെയ്യണം. ഓ ശരി. ഗണേശ, അത് ഓഫ് ആക്കിയിട്ട് വരും. പെട്ടെന്ന് ചാർജ് ചെയ്ത് തരും. നിങ്ങളൊരു കാര്യം എന്താ ആൻ്റെപ്പ? ഈ ഷാപ്പും കച്ചവടവും സൊസൈറ്റി പ്രസിഡന്റ് സ്ഥാനവും ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് എങ്ങനെയാണ്? ആൻ്റെപ്പ, ആരെങ്കിലും ആകാനല്ല നമ്മൾ സ്വപ്നം കാണേണ്ടത്. എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്യും, അതാണ് സ്വപ്നം കാണുന്നത്. അങ്ങനെ ആവുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എത്ര ഭീകരമായിരുന്നാലും നിസ്സാരമായിട്ട് നമുക്കൊരു ടെൻഷനുമില്ല. കാര്യങ്ങളൊക്കെ വഴിക്ക് നടക്കുകയും ചെയ്യും. വിഷയങ്ങൾ കാണാൻ പറ്റിയ ശങ്കര, നമ്മൾ ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നാൽ 100 കൂട്ടം പ്രശ്നമല്ലേ അവർക്ക്. നമ്മുടെ പ്രശ്നങ്ങളെ കാണുന്നതാണ് പ്രശ്നം. അതാ ഞാൻ പറയാൻ ശങ്കര, എന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നം കാണാൻ ശ്രമിക്കണേ. ഓ ഓ ആ, നീ സദ്യ ഉണ്ടാക്കുന്നുണ്ടോ? പാപ്പി, നീ വരുന്ന കൂടെ. അങ്ങനെ ആവട്ടെ. ഗണേശ, നീ അതൊക്കെ വാങ്ങിച്ചു. ശങ്കര, എത്രയാണെന്ന് വെച്ചാൽ ഗണേശന് വാങ്ങിച്ചോ. അത് ഞാൻ വാങ്ങിച്ചോളാം. മാധവേട്ടാ, കാമ്പാട്ടം സ്ഥലത്ത് തന്നെ വീട്ടിൽ 16 സെക്കൻഡ് ചെത്താൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ വൈകിട്ട് സംസാരിച്ചിട്ടാക്കി തരാമെന്നേ. ഗണേശ, ഉച്ചയ്ക്കത്തെ ഊണിൽ പറഞ്ഞേക്കുന്നത് തോമസിനെ അവിടെ കണ്ടിങ്ങനെ നോക്കിയെടുത്തു. ചില പറ്റി. ഓ ഇതുപോലുള്ള മനുഷ്യന്മാര് നാട്ടിലെല്ലായിടത്തും ഉണ്ടെങ്കിലും പിന്നെ അവിടെ ജനനേതാക്കന്മാർ ആവശ്യമായി. അതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ആന്റപ്പം പറഞ്ഞത് ശരിയാ. ഇത് മനുഷ്യജന്മമല്ല, ദൈവത്തിന്റെ അവതാരമാണ്. ദൈവം ഭൂമിയിൽ പ്രത്യക്ഷ
രക്ഷപ്പെട്ടു എന്നൊക്കെ പറയില്ലേ, അതാ ഈ ജന്മം. കേട്ടാ, വർഷം 16 ഞാൻ ഈ തായങ്കിരി വന്നിട്ട്. ഞാനിവിടെ വരുമ്പോ എനിക്ക് വയസ്സ് 14ആയിരുന്നു. ജന്മം തന്നവർ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോ കൂടെ പിറപ്പില്ലാത്ത ഞാൻ ബന്ധുക്കളോടൊപ്പം കൂടി. ഒളിഞ്ഞും മറഞ്ഞു നിന്ന് എന്നെ കുറ്റം പറഞ്ഞപ്പോ അവിടെ നിന്ന് സ്വയം ഒരു ഒളിച്ചോട്ടം. അവസാനിച്ചത് ഈ തായങ്കിരിയിലെ ഷാപ്പുമുറ്റത്താണ്. അന്ന് ദൈവദൂതനെ പോലെ എന്റെ മുന്നിൽ അവതരിച്ച മാധവേട്ടൻ എനിക്ക് അന്നവും വസ്ത്രവും തലചായ്ക്കാൻ ഇടവും തന്നു. തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു ജീവിതം തന്നു, പഠിപ്പിച്ചു, ബിരുദവും എടുത്തുന്നു, ഒരു ജോലി വരെ ശരിയാക്കി തന്നതാ. പക്ഷേ ഈ ജോലി ഞാൻ വേണ്ടാച്ചത് എന്താണെന്നറിയാമോ? ഉണ്ടച്ചോറിനോടുള്ള നന്ദി. നിങ്ങളൊക്കെ പറയാറുള്ളത് പോലെ ആ ദൈവദൂതന്റെ കൈക്ക് ഒരു താങ്ങാവാനായതിന്റെ ചാരിതാർത്ഥ്യം. പണ്ടൊക്കെ ഞാൻ കിട്ടുന്ന പൈസ മുഴുവൻ വെള്ളമടിച്ച് നടന്നവരാണ്. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മദ്യപാനത്തിന് ഒരു നിയമമുണ്ടെന്ന്. അതിന്റെ കൃത്യത നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ. ഈ മാധവേട്ടൻ നമ്മൾ ഒരുപാട് പഠിക്കാനുള്ള ഒരാളാണ്. ഇവിടുത്തെ ജീവിതം എനിക്ക് സ്വർഗതുല്യമാണ്. കാരണം സ്നേഹം മാത്രം വിളമ്പ് വയറു നിറയ്ക്കാൻ അറിയാവുന്ന മാധവേട്ടനും ഇടവും വലവും സ്നേഹനിധികളായി നിൽക്കുന്ന 2 കുഞ്ഞു പെങ്ങന്മാരും, അവർക്കും മാധവേട്ടനും വേണ്ടി എന്റെ ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അവർ തന്നതാ എനിക്കെന്റെ ഈ ജീവിതം. ദൈവസഹായം കൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു. അല്ല, നിങ്ങൾ വീട് പണിയുന്നുണ്ടേ? അതിനെ കുറിച്ചൊന്ന് പറയാതിരിക്കുന്നത്. 10ാമതേതിന് കേരള പ്ലാൻ ആ കറണ്ടിന്റെ ഒരു പേപ്പർ ശരിയാക്കണം. അതും കൂടി മാധവട്ടി നിർത്തിക്കാനാ പോകുന്നത്. ആ ഗണേശ, മാധവട്ടെ വന്നിരുന്നോ? ഒരു കുഴി ഒന്നുകൂടി എടുത്തു. ഗണേശ, കാശ് കിട്ടും. അതേതാ 82. എനിക്ക് ആലപ്പുഴ വരാതെ പോകണം. എന്റെ 2 പാഴ്സലിന്റെ കാര്യം പറഞ്ഞു. ഞാൻ മറക്കില്ല. നിങ്ങൾക്കുള്ളതല്ലേ അത് പതിവല്ലേ? ഈ പാർസൽ പരിപാടി അത്ര നല്ലതല്ല. ഇവിടുത്തെ ടേസ്റ്റ് പിടിച്ചാല് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ തീ വായിക്കണ. രാഘവേട്ടൻ പറഞ്ഞത് നേരാ. ഈ പെണ്ണുങ്ങളെ പഠിച്ച കണ്ണുകളാ. പിള്ളേർക്കെന്നും പറഞ്ഞ് പാഴ്സൽ കഴിക്കുന്നത് അവർക്കാ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞ് ഞങ്ങളുടെ കച്ചവടം കുറച്ചുകളല്ലേ? കള്ള വന്നായിരുന്നു. ഇല്ലാട്ടോ, ഇപ്പൊ ആക്കാം. എന്നാലും കാര്യം ചെയ്യും. ഒരു 300 രൂപ ഞാൻ തരേ. അപ്പൊ എന്തിനാ? മമ്മതിന്റെ പീടിയെ കൊടുക്കാനാ. കണക്കൊക്കെ ഞാൻ വൈകിട്ട് വന്നിട്ട് പറയാം. വിളിച്ചു പറഞ്ഞല്ലേ അവിടെ വന്ന് സാധനം വാങ്ങിച്ചോളൂ. അത് ശരി, വീട്ടിലെ കാര്യമൊക്കെ അത് തന്നെ. ഇതാ അല്ല, താഴെ സ്കൂളിൽ പുതിയ ഭാഷ ഒന്ന് പറഞ്ഞു കേട്ടായിരുന്നു. അതെ, അങ്ങ് തെക്കനാ, തിരുവനന്തപുരത്ത്. ശരിയാ, ഗോവർദ്ധൻ എന്നാ പേര്. മെനങ്ങാൻ ഞാൻ വായനശാല വെച്ച് കണ്ടായിരുന്നു. നമ്മുടെ മമ്മദിക്കാരുടെ പീടിയുടെ മുകളിൽ താമസം. മൂത്ത മോനെ ക്ലാസ് ടീച്ചറാ. അവന് മാഷിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അതാണ് പിന്നെ അങ്ങനെയല്ലേ മാഷെ? കുട്ടികൾക്ക് മാഷന്മാരോട് ചങ്ങാത്തം തോന്നുമ്പോ മാഷന്മാർക്കും കുട്ടികളുടെ ചങ്ങാത്തം തോന്നാൻ കൂടും. അപ്പൊ പിന്നെ പഠിപ്പിനും രസകരമായിരിക്കും. അങ്ങനെയാ വേണ്ടത്. അല്ല, തൊടുന്നതിനും പിടിക്കാനും നല്ല പിള്ളേരെ കയറാൻ ചെന്നാൽ അവർ ചെയ്യും. അത് നേരാ. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നാട്ടിൽ നമ്പീശ മാഷമായിരുന്നു. ഈശ്വര കാലിനെ കണ്ടാ മതി കുട്ടികളെ മൂത്രമൊഴിക്കും. പഠിക്കുന്നവരെ തലക്കാലത്ത് വീഴുമോ? അതിനു വേണ്ടിതാ ഇത്രയും നീളത്തിലുള്ള ചൂടില്ല. ചന്തിക്ക് പ്ലാറ്റോ എന്നുള്ള അടി. ഈ അടി കൊണ്ടാലേ 2 ദിവസത്തേക്ക് എവിടെ ഇരിക്കണ്ട. ആ കാലമൊക്കെ മാറി. പിന്നല്ലാണ്ട് തുടങ്ങിയുണ്ട്. ഞാൻ ഇങ്ങനെ പേപ്പർ ഏൽപ്പിച്ചിരുന്നു. ആ പേപ്പർ ഭഗവട്ട് വരുമ്പോൾ മറക്കാതെ കൊടുക്കണം. കാരണം
അത് ഇലക്ട്രിസിറ്റി ഓഫീസ് കൊടുക്കാവുന്നതാണ്. അത് പിന്നെ ആരെങ്കിലും സുഖമായി വരാൻ പറ്റും. ആ അത്യാവശ്യമായിട്ട് എനിക്ക് സ്ഥലം ആയിക്കോട്ടെ. ആ രാഘവേട്ടാ, ഇവിടെ അടുത്താണോ പണി? ആ പാണ്ടിക്ക് അവിടെ ഇല്ല. ഹലോ, ആ എന്താ എന്തു? ഒന്നും പറഞ്ഞില്ല. ഇന്നോ? എന്തു കുട്ടി, ഇന്നെന്റെ പിറന്നാളെന്ന് നീ എങ്ങനെ എന്നെ ഓർമ്മപ്പെടുത്തിയല്ലോ? ആ ഞാൻ ഉച്ചയ്ക്കെത്താം. ആ ഒരു കുപ്പി കണ്ണ്, ഒരു കുപ്പി കണ്ണ് തരാന്. എടാ തന്നോടാ പറഞ്ഞത്, ഒരു കുപ്പി കണ്ണ് തരാന്. ഇപ്പൊ തരാം. ആഹാ, നീയായിരുന്നു. എടീ, തേവലപ്പറമ്പിൽ തോമാച്ചന്റെ പുന്നാര പൊന്നു മോളെ, എന്താടി നീ ഇപ്പൊ എന്നെ വിളിച്ചത്? നിന്റെ അപ്പൻ അവിടെ ഇല്ലേ തോമാച്ചൻ? കൊണ്ടേ കൊടുക്കടി എന്റെ അമ്മായിയപ്പന്റെ കയ്യിൽ. പേടിയോ എനിക്കോ? അതിനെ ഈ ഗണേശൻ വേറെ ജനിക്കണം. ഞാനേ തൈക്കുടത്തിൽ മാറാപ്പറമ്പിന്റെ മുതല. അപ്പൊ പിന്നെ അല്പം വീര്യം കൂടും. രണ്ട് കുപ്പി പൊങ്ങരട്ടെ ഗണേശ. അയ്യോ, അത് പിന്നെ ഫോണിൽ ഞാനേ അല്ല, രാഘവേട്ടൻ എന്താ പറഞ്ഞത്? വീര്യം കൂടിയതാണോ? അല്ല, നീ ഫോൺ കൂടി പറയുന്ന കേട്ട് വീര്യം കൂടുതലാണെന്ന്. ഇപ്പൊ ഞാൻ വിചാരിച്ചു കളിന് വീര്യം കൂട്ടി ഞങ്ങളൊക്കെ പവർ കൂട്ടാനാണ് എന്റെ പ്ലാനെന്ന്. എന്റെ രാഘവേട്ട, മാധവേട്ടത് കേൾക്കണ്ട. ഇവിടെ കള്ള് ഒരു ബിസിനസ് ആണ്. പക്ഷെ അത് പാനീയം പോലെയാണ് ഞങ്ങൾക്ക് കച്ചവടം ചെയ്യുന്നത്. അതാണ് ഇതിങ്ങനെ കുറ്റം പറയാനോട് ആർക്കും കഴിയത്തില്ല. എന്റെ പൊന്നെ, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ വെറുതെ വെട്ടിന്റെ എന്നും പറയാം. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. കേട്ടിട്ടില്ലേ? അല്ല, രാഘവേട്ടൻ രാവിലെ എന്താ പതിവ്? രാവിലെ മാധവട്ടിനെ കാണണം. മാധവേട്ടനെ കണ്ടു. മാധവേട്ടൻ വരാൻ ഇനി ഒരു അരമണിക്കൂർ കഴിയും. അത്യാവശ്യമാണെങ്കിൽ എന്റെ അടുത്ത് പറയാം. ആണെങ്കിൽ മാത്രം മതി. അല്ല, അത് ചെറിയൊരു സാമ്പത്തിക പ്രശ്നമാണ്. സാമ്പത്തിക പ്രശ്നം ഒരു 1000 താഴെയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. അതിന് താഴെയാണെങ്കിൽ ബ്രാഞ്ചിൽ പരിഹാരം ഉണ്ടാക്കാം. പിന്നെ അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ MD തന്നെ വേണം. അല്ലടാ, മോളെ നഴ്സിംഗിന്റെ അഡ്മിഷന്റെ കാര്യത്തിന് അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങും. ഒരു ചെറിയ ലോണും കുറച്ച് സ്വരുക്കൂട്ടിയ പൈസയും എല്ലാം കൂടി കൂട്ടിയിട്ടും ഒന്നും കൂടുന്നില്ല. എങ്ങനെയെങ്കിലും മാധവനെ കണ്ട് അതൊന്ന് ശരിയാക്കണം. മാധവേട്ടനെ കിട്ടുന്നത് സംസാരിക്കാം. അതാ അതിന്റെ ശരി.
രാജേട്ടൻ എന്ത് പണിയാ കാണിച്ചേ? ഞാനെന്ത് കാണിച്ചെന്ന്? ഇല്ലേ, ഒന്നും അറിയില്ലേ? എന്റെ ഇന്ദു, നീ കാര്യം എന്ന് വെച്ചാ പറയും. ദേ നോക്കിയ രാഘവേട്ട, എനിക്കാണ് ആ ലെറ്റർ ബുക്ക് നാളെ കാണിക്കേണ്ടതാ. അതൊന്ന് വരച്ചു തരാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഏട്ടനെ കൊടുത്തതാ. എവിടെ പോണേ? എന്നിട്ട് ഏട്ടനെ മുറി തുറന്നു നോക്കുമ്പോ അത് അതുപോലെ തന്നെ ഇരിക്കുന്നു. എന്റെ ഇന്ദു, അതിൽ ഒന്ന് രണ്ട് പടം കൂടി വരയ്ക്കാനല്ലേ ഉള്ളു. അത് ഇന്ന് വരച്ചു തന്നേക്കാം. ഓ, ഇന്ന് വച്ച് തന്നേക്കാം. എനിക്കാണെങ്കിൽ ഒത്തിരി അധികം അതിൽ എഴുതാനുണ്ട്. ആഹാ, അത് ശരി. ആദ്യം നീ പോയി നിന്റെ പണി തീർക്ക്, എന്നിട്ട് എനിക്കുള്ള വരയ്ക്കാനുള്ള സ്ഥലം വിട്ടേക്ക്. ഞാൻ വന്ന് വരച്ചു തരാം. എന്തിനും ഒരു മര്യാദയൊക്കെ ഇല്ലേ അല്ലേ രാഘവേട്ട? അതാ അതിന്റെ ശരി. ആ, അത് ശരി. രാഘവേട്ടനും ഈ കള്ളന്റെ കൂട്ടാ. എന്റെ ഇന്ദു, നീ എന്താടി മനോവച്ചൊക്കെ സംസാരിക്കുന്നത്? നീ കാര്യം എന്ന് വെച്ചാ പറയും. അതെ, പെങ്ങന്മാരുടെ കാര്യത്തിലെ സമയം തീരെ തികയില്ല. വേറെ വല്ല കാര്യങ്ങൾക്കാണെങ്കിൽ സമയം കണ്ടെത്താൻ അറിയാം. എന്താടി നിന്റെ സംസാരത്തിന് ടോൺ മാറ്റം? ആ, നിങ്ങൾ അഹങ്ങളെയും പെങ്ങളെയും തർക്കത്തിന് ഒരു പരിഹാരം കണ്ടെത്തി. ഞാൻ പോയിട്ട് പിന്നെ വന്ന് മാധവത്തെ കണ്ടു. ഓ, എന്താടി ആർക്കാണ് ഒമ്പോ ചിങ്ങയുടെ വർത്താനങ്ങൾ? അയ്യോ പാവം, ഒന്നും അറിയില്ല എന്നാ വിചാരം. ചേട്ടാ കള്ളേ, നിന്നെ ഞങ്ങൾ പൊക്കും മോനെ. എടി ഇന്ദു, നീ അങ്ങും ഇങ്ങും തൊടാതെ കാര്യം എന്താ വെച്ചാ പറയും. എന്നാ തൊട്ട് പറയാം, തൊട്ട് പറയാം. 88 88 88 91 61 91 77. ഇതാരുടെ നമ്പർ ഏട്ടാ? 88. അയ്യോ അയ്യോ, കിടന്നുകളല്ലേ മോനെ. ദേവല പറമ്പിൽ തോമാശന്റെ മകൾ ദേശിക്കുട്ടിയുടെ നമ്പറല്ലേ? അത് പിന്നെ നീ വന്നപ്പോ നീ പറഞ്ഞപ്പോ ഇല്ല, ഞാൻ ആരോടും പറയില്ല. പക്ഷേ എന്റെ റെക്കോർഡ് കുട്ടിയപ്പോ വച്ച് തീർത്ത് തരും. ആഹാ, അത് ശരി. അതിനാ നീ ഇപ്പൊ അങ്ങോട്ട് കാര്യം അതെ ആക്കറുമ്പോ നാണം കെടുത്താൻ അതെ. ഈ ചേട്ടനൊക്കെ ഇങ്ങനെ. നീ ആ ഫോണിൽ വിളിച്ചാൽ മതി. ഞാൻ വിളിച്ചു, സംസാരിച്ചു, ഭീഷണിപ്പെടുത്തി പറഞ്ഞു. ഞാൻ വിളിച്ച കാര്യം എന്റെ ഏട്ടനോട് പറഞ്ഞു പോയാ തട്ടിക്കളയുമ്പോ വെപ്രളം കണ്ടോ ഏട്ടന്റെ? അങ്ങനെ വേണ്ട കളിച്ചാൽ. എന്റെ കുട്ടി ഇന്ന് വന്നേ. ദയവ് ചെയ്ത് നീ വീട്ടിൽ ചെന്ന് മാധവനോടൊന്നും പറയല്ലേ. പറഞ്ഞാൽ പിന്നെ തീരും. ഇല്ല, പറയൂല. എന്റെ റെക്കോർഡ് അപ്പൊ വായിച്ചു തീർത്ത് അത് ഇന്ന് വരച്ചു തീർന്ന് തരാം. എന്റെ കാലു പിടിക്കാം. എടി, നിന്നെ ഇന്ന് ഞാൻ വേണ്ടട്ടാ. ചേട്ടാ വേണ്ട, എന്നോട് കളിക്കരുത്. കുഴപ്പമില്ല, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ആരായിട്ട് ഹിന്ദുവോ ലേഖയോ? ഇത് എന്തു? എന്റെ മൂത്ത പെങ്ങളാ. എന്ത് ചെയ്യുന്നു? BSc ഫൈനൽ ഇയർ. പക്ഷേ റെക്കോർഡ് ബുക്ക് വരയ്ക്കാൻ അറിയത്തില്ല. അതിനുവേണ്ടി എന്റെ കാല് പിടിക്കാൻ വന്നിരിക്കുക. പിന്നെ അങ്ങനല്ല മാഷ്. അല്ല, മാഷെന്താ ഈ വഴിക്കൊക്കെ? മാഷന്മാരൊക്കെ ഷാപ്പിൽ വരുന്നത് മോശമാ. അല്ല, പെൺകുട്ടികൾ ഷാപ്പിൽ വരുന്നത് മോശം. അത് കറക്റ്റ്. അതൊന്നും ഷാപ്പല്ലല്ലോ, ഹോട്ടലല്ലോ. അപ്പൊ പുറത്തെ ബോർഡ് കണ്ടില്ല എന്ന് തോന്നുന്നു. അതിനിവിടെ പന്തില്ല. കള്ള് പാനീയമായി പ്രഖ്യാപിച്ച് വിതരണം ചെയ്യുകയാണ്. മായമില്ലാത്ത തെങ്ങിൻ കള്ള് മാത്രമേ ഞങ്ങളുടെ ഷാപ്പിലുള്ളൂ. അപ്പൊ ഷാപ്പാണെന്ന് സംബന്ധിച്ചു. എന്റെ മാഷേ, ഇവിടെ അധികം വരുന്നതും കുട്ടികളും പെണ്ണുങ്ങളുമാണ്. ആഹാര സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അതറിയാം. അത് അറിഞ്ഞുകൊണ്ടല്ലേ ഈ പണ്ടാപ്പള്ളി ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, മാഷിന് ഇവിടുത്തെ താമസം എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടുകാർ ഇഷ്ടമായി, ഒക്കെയും ഇഷ്ടമായി. ഈ നാടിനെയും ഈ നാട്ടാരെയും ഇഷ്ടമായി. പ്രത്യേകിച്ച് എന്റെ സ്കൂളിലെ നിഷ്കളങ്കരായ വിദ്യാർത്ഥികൾ. ഞങ്ങൾ ഹരിശ്രീ ചെയ്തമാ സ്കൂൾ. പരിശീലനം ചെയ്യണം. അത് മാത്രമേ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒന്ന് പോയാ കളിയാക്കാം. പച്ചപ്പ് നിറഞ്ഞ കായലോരങ്ങളും അതിൽ ഓടിക്കളിക്കുന്ന തോണിവള്ളങ്ങളും ഈ നാട്ടിലെ കുറെ നല്ല മനുഷ്യർ. ഇന്നലെ ഈ നാടിനും നാട്ടുകാർക്ക് പുണ്യമായി നിൽക്കുന്ന ആ സരസ്വതി ക്ഷേത്രം, കായികരി UP സ്കൂൾ എന്റെ രണ്ടാമത്തെ നിയമനമായി ഇവിടെ. ചോദിക്കാൻ വിട്ടുപോയി, മാഷിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ ഹെഡ് മാസ്റ്ററാണ്. അമ്മ സർക്കാർ ആശുപത്രിയിൽ നിന്നും ഹെഡ് നേഴ്സായി റിട്ടയർഡ് ചെയ്തു. പിന്നെ ഒരേ ഒരു പെങ്ങൾ, മൂത്തയാൾ
അവളങ്ങ് ദുബായിലാണ്, ഭർത്താവിനൊപ്പം. നാട്ടിൽ കുറച്ച് കൃഷിയും റബ്ബറും ഒക്കെ ഉണ്ട്. അതൊക്കെ നോക്കി നടത്താൻ 1-2 ജോലിക്കാരുണ്ട്. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ബോറടിക്കില്ല. പിന്നെ ഒരേ ഒരു പ്രശ്നം, രണ്ടാളും രാവിലെയും വൈകുന്നേരം മാറി മാറി വിളിക്കും. കാരണം ഒരു ദിവസം പോലും അവർക്ക് എന്റെ സ്വരം കേൾക്കാതിരിക്കാൻ. അത് പിന്നെ അങ്ങനെയല്ലേ മാഷെ? അച്ഛൻ കരുണാകരൻ മാഷ് മാതൃകാ അധ്യാപകനുള്ള പ്രസിഡന്റ് അവാർഡ് വാങ്ങിച്ചയാളാണ്. ആ സാഹചര്യത്തിലാണ് എന്നെ വളർത്തിയതും ആ അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്. മാഷിനെ ഞാൻ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരാളെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമാണ്. ഗണേശ, വിദ്യാഭ്യാസം കച്ചവടമാകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മളൊക്കെ പോയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം, മതിൽ കെട്ടുകളില്ല, കൂറ്റൻ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല, ഫീസില്ല, ഡൊണേഷൻ ഇല്ല, യൂണിഫോം ഇല്ല, പുസ്തകങ്ങളില്ല. ഉള്ളത് ഗുരുവും ശിഷ്യനും മാത്രം. ഗുരുമുഖത്ത് നിന്നുള്ളത് നേരിട്ട് സ്വീകരിക്കുന്ന ശിഷ്യൻ, വാഗ്ദാരികളായി പകർന്നു നൽകുന്ന അറിവുകൾ കാലാകാലം കൈമാറി അറിവെന്ന ആ ഓട്ടുവിളക്കിനെ തേച്ച് തേച്ച് എനിക്കെടുക്കുന്നു. പക്ഷെ ഇന്നും ശരിയാണ് മാഷ്, അറിവിന്ന് അന്യമാണ്. അത് പല തട്ടുകളിലാക്കും. ഇക്കാര്യത്തിൽ പുതിയ തീരുമാനം എടുക്കാൻ മാഷ് തയ്യാറായ ഞങ്ങൾ തയ്യാറാണ്. ഗണേശ, അതൊരു പൊളിച്ചെടുത്താണ്, ശരിയാകില്ല. കാരണം നമ്മളെ ഒരു കൂനാൻ കൊടുത്തിട്ട് കൂട്ടിക്കെട്ടിയിരിക്കുക നമ്മുടെ ഈ വ്യവസ്ഥകൾ. അതൊന്ന് സ്വയം അഴിക്കാനോ മറ്റുള്ളവരെ അഴിപ്പിക്കാനോ നമുക്കാകില്ല. ഇനി നമുക്ക് ഒന്നും ചെയ്യാം. ഈ ബന്ധനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുക. അറിവ് അഗ്നിയാണ്, ആയുധം അറിവായിരിക്കും. അപ്പോൾ നമുക്ക് അറിവ് അന്ധതയെ മാറ്റും. നന്മയുള്ള ഒരു സമൂഹം, അറിവുള്ള പുതിയൊരു തലമുറ. മിക്കവാറും നമ്മുടെ ബാങ്കിന് മാറ്റിമറിക്കുന്ന തോന്നുന്നേ. മാറ്റം നല്ല ലക്ഷണമാണ്. അതിന്റെ മുന്നോടിയായി നമ്മളെ കൂട്ടു നിൽക്കണം. കടന്നു വരാമോ? തീർച്ചയായും. അല്ല മാഷ് ഈ വഴിയൊക്കെ മാഷ് നമ്മുടെ പുതിയ പറ്റുകാരാനുള്ള പുറപ്പാട്. മറ്റൊന്നും വേണ്ട, റെഡി പേയ്മെന്റ്. അത് കൊള്ളാമല്ലോ. ആട്ടെ, മാഷ് നമ്മുടെ നാളൊക്കെ ഇഷ്ടപ്പെട്ടു. അച്ഛാ, മാഷിന് നമ്മുടെ നാടും നാട്ടുകാരും വളരെ ഇഷ്ടപ്പെട്ടു. അത് ഈ കുട്ടനാട്ടുകാരുടെ ഒരു പുണ്യാണ്. സത്യം പറയാലോ മാഷെ, കാലിൽ പൊരുളുന്ന കായലിലെ ചേർന്ന് കൈകൊണ്ടൊരിട്ട് തിന്നുന്ന ചോറ്, രണ്ടും ഇടപിരിയാനാകാത്ത ബന്ധ ഞങ്ങൾ ഈ താലങ്കരിക്കാർക്ക്. ഈ മണ്ണും ഈ വെള്ളവുമാണ് ഞങ്ങളുടെ അന്നം. നിങ്ങൾ ഈ കാണുന്ന കണ്ണത്താ ദൂരം പോലെ കാണുന്ന ഈ കായല് പോലെ മനസ്സ് കാറും കോളം നിറയുമെങ്കിലും ശാന്തമാകുന്ന ഒരു അവസ്ഥയുണ്ട് ഞങ്ങളുടെ മനസ്സിൽ. അത് ഈ തായങ്കരിയിലെ ഓരോ മനുഷ്യന്റെയും മനസ്സാണ്. അതങ്ങനെ മാധവേട്ട, അയ്യോ അങ്ങനെ വിളിക്കാമോന്നറിയില്ല. അങ്ങനെ കേൾക്കാനാണ് എനിക്കിഷ്ടം. അതാവുമ്പോ ഒത്തിരി ഒത്തിരി അടുത്ത് നിൽക്കുമ്പോൾ തോന്നുന്നു. അല്ല, മാഷിന്റെ പേരെന്താ? ഗോവർദ്ധൻ. നല്ല പേര്. പേരറിയാൻ ചോദിച്ചെന്ന്. ഈ നാട്ടിലെ കുട്ടികളുടെ മാഷ് ഈ നാട്ടുകാരുടെ മാഷായിരിക്കും. സമയം കിട്ടുവാണെങ്കിൽ വൈകുന്നേരത്തെ വീട്ടിലേക്ക് ഒന്ന് വരണം. ഇത്തരം ചില നാട്ടുസഭ അവിടെ ഉണ്ടാവും. തീർച്ചയായും. ഗണേശൻ ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മോളെ, എന്താ അച്ഛാ? മോള് വീട്ടിലേക്കല്ലേ? അതെ. ഇതുകൂടെ കൊണ്ടുപോയി. എന്താ അച്ഛാ ഇത്? ലേഖമോളുടെ ഗുളികയും ശേഖരമ്മയുടെ തൈലവും. അച്ഛാ, എന്റെ സ്കൂട്ടിയുടെ കാര്യം എന്തായി? ഇന്ന് ചെല്ലാനാ വർഷക്കാരൻ പറഞ്ഞത്. അയ്യോ, കൂട്ടി അത് ഇന്ന് വൈകിട്ട് കിട്ടും, ഞാൻ മേടിച്ചിട്ട് വരാം. പോയി. മൂത്ത മോള എന്തു പരിചയപ്പെട്ടാൽ താമസത്ത് അസൗകര്യമൊന്നും ഇല്ലല്ലോ. ഒരു അസൗകര്യക്കേടുമില്ല, സൗകര്യം കൂടുതലേ ഉള്ളൂ. പിന്നൊരു കാര്യം, അടുത്ത PTA മീറ്റിംഗിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുണ്ട്. വന്ന് കയറിയ ഉടനെ പരാതി പറയുകയല്ല. അതിനെന്താ പരാതികൾ? അത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ? നമ്മുടെ സ്കൂളിലെ ടോയ്ലറ്റുകൾ
വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ്. അതൊന്നും പരിഹരിക്കപ്പെടുന്നു. വാക്കുകൾ പറഞ്ഞതുകൊണ്ട് മാത്രമാകുന്നില്ല, അതിനെ പ്രാവർത്തികമാക്കണം. ആരോഗ്യമുള്ള ഒരു തലമുറ, അതാ നമ്മുടെയൊക്കെ നട്ടല്ലേ. നട്ടലുള്ളതാണ് മനസ്സിലായി. മാഷ് പറഞ്ഞത് 100% ശരിയാണ്. ഞാൻ ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാറുണ്ട്. രാഷ്ട്രീയം നോക്കിയില്ല, സഹജീവി സ്നേഹം ഒന്നുകൊണ്ട് മാത്രം. പിന്നെ ഈ അമ്പലങ്ങളും പള്ളികളും സ്കൂളുകളും എല്ലാം നമ്മുടെ എല്ലാവരുടെയും അല്ലേ? തീർച്ചയായും അങ്ങനെ ആയിരിക്കണം നമ്മുടെ ചിന്തകൾ. കാരണം നമ്മൾ മറിച്ചൊന്നും ചിന്തിക്കരുത്. ആ ചിന്താഗതിയായിരിക്കാം ഒരുപക്ഷെ ഞാനിവിടെ എത്താനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചത്. മനസ്സിലായില്ല. അങ്ങ് വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്തിലെ ഒരു ട്രൈബ്യൂണൽ സ്കൂളിലായിരുന്നു എന്റെ ആദ്യ നിയമനം. ട്രൈബ്യൂണൽ ആദിവാസികൾ താമസിക്കേണ്ട സ്കൂളുകളാണ്. അതെ, പാവങ്ങളിൽ പാവങ്ങളായ, മണ്ണിൽ നിന്നും മനുഷ്യാവകാശങ്ങളിൽ നിന്നും പറിച്ചറിയപ്പെട്ട പാവം ആദിവാസികൾ. വായിച്ചിട്ടുണ്ട് ഒത്തിരി അധികം. ഗണേശ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് നേരെ നടന്ന കയ്യേറ്റങ്ങളുടെ മൃതദേഹങ്ങൾ ഒന്ന് കുഴിച്ചുകൂടാൻ പോലും ഒരു തുണ്ടും മണ്ണ് പോലും ഇല്ലാതെ അവരുടെ യാതനകൾ, കഷ്ടതകൾ. ദയനീയമല്ല, ഭീകരം. പുകയിലെയും ചാരായും കൊടുത്ത് ആദിവാസികളുടെ മണ്ണുകൾ കൈക്കലാക്കുന്ന മേലാളന്മാർ. ഏതു മനുഷ്യന്റെയും കരളരിക്കുന്ന കാഴ്ചകളായി എനിക്കവിടെ കാണാനായത്. പക്ഷേ സ്വാർത്ഥ താല്പര്യം മനുഷ്യനെ മൃഗത്തുല്യനാക്കും. മാഷ് പറഞ്ഞത് 100% ശരിയാണ്. ഞാനും എന്റെ തലമുറയും മതി, ബാക്കിയെല്ലാം പോയി തൊരേട്ട് ചിന്തിക്കുന്ന ഭരണാധികാരികൾ. കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ മതി. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ, ഉടുക്കാൻ വസ്ത്രമില്ലാത്തവർ, അന്തി ഉറങ്ങാൻ കിടപ്പാടമില്ലാത്തവർ. ആര് കാണാൻ, ആര് കേൾക്കാൻ? അധികാരമെന്ന ലഹരി തലയ്ക്ക് പിടിച്ച് തിമിരം വായിച്ച കണ്ണുകളുമായി കുറെ ഭരണാധികാരികൾ. സ്വന്തം സ്വപ്നങ്ങളെ ശവക്കൂലിയെ ചാരം ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട ഹതഭാഗ്യരായ കുറേയധികം പേർ. മാധവേട്ട, അതൊക്കെ കണ്ടപ്പോൾ, അവരോടൊപ്പം കൂടിയപ്പോൾ പ്രതികരിച്ചു. ഫലമോ സ്വന്തം ജീവന ഭീഷണിയും, കണ്ടാൽ മിണ്ടാൻ പാടില്ല എന്നുള്ള ഉത്തരവ്. ആരും കണ്ടിട്ട് എന്താ കാര്യം? പ്രതികരിക്കാൻ ത്രാണിയില്ലാണ്ടായി പോകും നമുക്ക്. കൂടുതൽ ആയമില്ലായിരുന്നു മാഷെ സഹായിക്കാൻ. സംരക്ഷിക്കേണ്ടവർ തന്നെ സംഹാര മൂർത്തികളാകുമ്പോഴെങ്ങനെ കോടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ മണ്ണിൽ നടക്കുന്നു എന്ന് അധികാരികൾ അവകാശപ്പെടുമ്പോഴും അതിജീവനത്തിന്റെ കനവഴികൾ താണ്ടി എരിഞ്ഞടങ്ങുന്നു ഇവിടെയുള്ള ഈ മനുഷ്യർ. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ സർക്കാർ ആലയങ്ങൾ കയറിയിറങ്ങി സ്വയം എരിഞ്ഞു. അത്ര തന്നെ. സർക്കാരിന്റെ അവതാരികം എന്ന അപ്രവേശനത്തിന് വേണ്ടി ദൈവമെന്ന പട്ടിയെ പോലെ അല്ലേ? ഒടുവിൽ ഞാൻ മറ്റുള്ളവർക്ക് ഒരു കണ്ണിലെ കരടാണെന്ന് മനസ്സിലായപ്പോൾ ട്രാൻസ്ഫർ, കണ്ണു കെട്ടിയ നിയമം. പ്രകൃതിക്ക് പറ്റിയൊരു വലിയ തെറ്റാ മനുഷ്യൻ. പരസ്പര സ്നേഹമില്ല, സഹായമില്ല, ശിലയിൽ കൊത്തിയ വെറും ശില്പങ്ങൾ പോലെ. അതുവേണ്ട, ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ ഇമോഷണലായി പോകും. ഞാൻ ആയിക്കോട്ടെ. ഗണേശ, ലൈറ്റ് തട്ടാതെ ഞാൻ അതിനെന്താ ഗണേശ, കോരിച്ചൊരിയുന്ന പേമാരിയിൽ ദ്വാരം മുതൽ വെള്ളത്തിലായി പോകും. ഗോവർദ്ധന പർവ്വനിരകളെ തന്റെ ചെറുവിരലിൽ ഒരു പുഴ പോലെ പിടിച്ചു നിർത്തി ദ്വാരക നിവാസികളെയും ഗോക്കളെയും കാത്ത കണ്ണനല്ലേടാ അത്? ആര്? ഗോവർദ്ധന മാസം. എന്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കും പോലെ. അവനൊരു അവതാര പുരുഷനാ, രക്ഷകനാ. ആരുടെ? ഈ നാടിനെ, ഈ നാട്ടുകാരുടെ. നീ അവനെ ശ്രദ്ധിച്ചിരുന്നു? അവന്റെ കണ്ണിലെ ആ വന്യത, തികഞ്ഞ ആർദ്രത, സഹജീവി സ്നേഹം. അവനൊരു സിംഹമാണ്. കാടുകളൊക്കെ അടക്കി ഭരിക്കുന്ന ഒരു സിംഹരാജ. അവനെ നമുക്ക് വേണം. അവനെ വിട്ടുകൊടുക്കരുത്. ഇവിടെ ജോലിക്ക് വന്നില്ലേ? അദ്ദേഹം നാളെ അങ്ങ് പോകും. അതെ, പോകും. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇതിലൊന്നും എന്നോട് പറയരുത്. ഇന്നുവരെയായിട്ട് ഞാൻ എതിര് പറഞ്ഞിട്ടുണ്ടോ? മാധവന്റെ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. എടാ എടാ, നമുക്ക് ഇന്ദുവിന് മാഷിന് കൊടുത്താലോ?
മനസ്സിലെ ആശ പറഞ്ഞതേ ഉള്ളൂ. അല്ല, പെണ്ണിന്റെ വീട്ടുകാർ മാത്രം തീരുമാനിച്ചാൽ മതി. ചെറുക്കനോട് തന്നെ ചോദിക്കണ്ടേ? അത് ഞാൻ ചോദിക്കാം. നീ ഒരു കാര്യം ചെയ്യും, ഹിന്ദുവിനോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം സമ്മതിപ്പിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. അത് അവൾ സമ്മതിക്കും, എനിക്ക് ഉറപ്പാ. അപ്പൊ പിന്നെ ഞാൻ സംസാരിച്ചില്ലായിരിക്കണം. ഗോപത മാഷിനോട് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരുമിച്ച് സഞ്ചരിച്ചാൽ യാത്രാലക്ഷ്യം അധിക ദൂരമാവില്ല. നമ്മുടെ ലക്ഷ്യം നന്മയുടെ മാത്രമല്ലേ? ഈ തൈക്കൂടത്തിൽ മാധവന് സന്തോഷമായടാ. എടാ മാധവ, നിന്റെ ഈ സന്തോഷത്തിന് നീർക്കുമിളകളുടെ ആയുസ് മാത്രമേ ഒരു ദൈവവും നിന്നോടൊപ്പം ഉണ്ടാവില്ല. തുടങ്ങാം, നമുക്കൊരു ദേവാസുര. എന്റെ മനം ഈ മണ്ണിൽ കണ്ണീരിനും സകലതും ചുട്ടരിക്കാനുണ്ട്. നീ മനസ്സിലാക്കാൻ നീ അധികകാലം കാലം